ഹലോ ഡി വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാട്ടിൽ ആയിരുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തും ഞാനും ആ സുഹൃത്തിൻ്റെ ഒരു കസിനും കൂടി ഷോപ്പിങ്ങിന് പോയി കേട്ടോ. ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവൾക്ക് പെണ്ണ് കാണലായിരുന്നു പിറ്റത്തെ ആഴ്ച. അന്ന് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ടൊരു ഡ്രസ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ആക്ച്വലി എനിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അവളും അവളുടെ കസിനും അത്ര നല്ല ബോണ്ടാണ്. ഞാൻ പിന്നെ കുറേ നിർബന്ധിച്ചപ്പോൾ വെറുതെ ഒരു കൂട്ടുപോയി എന്നേ ഉള്ളൂ. എനിക്കും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇവൾക്ക് എങ്ങനത്തെയുള്ള ഡ്രസ്സാണ് കൂടുതൽ ചേരുന്നത്, ഇവൾ എന്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് പേഴ്സണലി എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ച് പോയാലും ഒരു ഫ്രോക്ക് ടൈപ്പ് എന്തെങ്കിലും ഡ്രസ്സ് കണ്ടാൽ ഞാൻ എടുക്കും. അതേപോലെ അവൾക്കൊരു ഒരു നാടൻ ടച്ചുള്ള ഒരു ഡ്രസ്സിനോടൊക്കെയാണ്, അറ്റയറിനോടൊക്കെയാണ് അവൾക്ക് താല്പര്യം. അപ്പോൾ ഇവളുടെ കസിൻ ഇവളെയും കൊണ്ട് കുറച്ച് വെസ്റ്റേണും ട്രൈ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഒന്നും പറയണില്ല. ഇവൾക്കിത് വേണ്ടാന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഈ കസിൻ എന്ന് പറയുന്ന കുട്ടി ഇവളുടെ ഇഷ്ടമൊന്നും നോക്കാതെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഇതാണ് നന്നായിട്ട് ചേരുന്നത്, ഇത് നന്നായിട്ട് വെയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടമില്ലാത്തത് ഇവളെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവൾക്കാണെങ്കിൽ നല്ല ഭംഗിയുള്ള, അന്ന് ഈ അനാർക്കലി പോലത്തെ, അനാർക്കലി അല്ല, ആ ഒരു ടൈപ്പ് ഫ്ലെയർ, നന്നായിട്ട് ഫ്ലെയർ ഉള്ള ചുരിദാറും സൽവാറൊക്കെ നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന ടൈമാണ്. ഇവൾക്ക് അങ്ങനത്തെ ഒരു നല്ല കളറുള്ളതൊക്കെ എടുക്കണം എന്ന് ഇവള് എന്നോട് 2 ദിവസം മുന്നേ പറയുകയും ചെയ്തു. പക്ഷേ അതൊന്ന് പോയി ഒന്ന് ജസ്റ്റ് നോക്കാനോ ട്രയൽ ചെയ്യാൻ പോലും ഈ കസിൻ കുട്ടി സമ്മതിക്കണേ ഇല്ല. എനിക്ക് ഇവളുടെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവൾക്ക് ഇത് താല്പര്യമില്ല എന്ന്. പക്ഷേ അവസാനം ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് ടൈപ്പ്, ഒരു വെസ്റ്റേൺ മോഡലുള്ള കുറച്ച് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇവൾ എടുത്തത്. എനിക്ക് ശരിക്കും അറിയാം ഇത് ഇവൾക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഇത് ഇവൾ ഇടാനും പോകുന്നില്ല. ആ ഒരു സമയമാകുമ്പോൾ ഇവൾ എന്തെങ്കിലും കാരണം പറഞ്ഞത് മാറ്റുമെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ സംഭവിച്ചു. ഇവൾ പെണ്ണ് കാണലിന് ഓൾറെഡി ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സൽവാറാണ് വെയർ ചെയ്തത്. ആ എടുത്ത ഡ്രസ്സ് പോയി മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ അത് വേറൊരു ഒക്കേഷനിൽ അവൾക്ക് വെയർ ചെയ്യാനോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഫോട്ടോ. ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അവൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിനക്കത് പോയി മാറ്റിയിട്ട് വേറെ ടൈപ്പ് എടുക്കാറുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് അവളോട് പറയാറുന്നില്ലേ എനിക്കിത് താല്പര്യമില്ല എന്ന്. അപ്പോൾ ഇവൾ പറഞ്ഞു, അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇൻട്രൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയുക, വിഷമാവില്ല, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല, എൻ്റെ കാര്യം നീ നോക്കണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കുള്ളൂ എന്ന് പറയാനുള്ള ഒരു ഗട്ട്സോ തൻ്റെയോ ഒന്നും അന്ന് അവൾക്കില്ല. ഇപ്പോൾ അവൾ അടിപൊളിയാട്ടോ, അന്ന് അവൾക്കത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ചില വ്യക്തികളുണ്ട് എവിടെയാണ് നിൽക്കേണ്ടത് എന്നറിയില്ല. മറ്റുള്ളവരുടെ ചോയ്സിനെയും അവരുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനോ, അവർക്കിഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു ബോധമില്ലായ്മ, ഒരു പക്ഷേ ബോർഡർ എവിടെയാണെന്ന് അറിയാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ചോയ്സും അവരുടെ ഇഷ്ടങ്ങളും ഒന്നും മാനിക്കാതെ, ഇതാണ് നല്ലത്, ഇതാണ് അടിപൊളി, നീ ഇത് ചെയ്താൽ മതി, ഇത് പറഞ്ഞാൽ മതി, ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വരുന്നവർ. എന്നാൽ ഈ ബോർഡർ കഴിഞ്ഞ് ഇവർ വരുന്നു. പുറത്തുള്ളവർക്ക് പറയാമല്ലോ, ഇത് എൻ്റെ പ്രൈവറ്റ് സ്പേസാണ്, എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനേ ജീവിക്കുള്ളൂ, എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ചൂസ് ചെയ്യുള്ളൂ, എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ പോവുള്ളൂ, എൻ്റെ ഇഷ്ടത്തിനേ ചെയ്യുള്ളൂ, നീ വേണമെങ്കിൽ സജഷൻസ് പറഞ്ഞോ, പക്ഷേ എന്നെ അത് അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് എന്ന് പറയാനുള്ളൊരു ഗട്ട്സെങ്കിലും വേണം ബോർഡർ കഴിഞ്ഞ് വരുന്നവരോട്. അതും ചെയ്യില്ല. അങ്ങനെ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇഷ്ടമില്ലാത്ത വ്യക്തികളെ വിവാഹം കഴിക്കുന്നവർ, ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്ത് പഠിക്കുന്നവർ, ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ആളുകളോട് മിങ്കിളാകുന്നവർ, ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് വേറെ ആർക്കോ വേണ്ടി വെയർ ചെയ്യുന്നവർ, ഇഷ്ടമില്ലാത്ത രീതിയിൽ ഹെയർ കട്ടൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്നവർ, എത്രയോ ഉദാഹരണങ്ങളുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിന്, മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് അവർ നമ്മുടെ ബോർഡറിനെ, നമ്മുടെ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ അതിനോട് ഒരു നോ പറയാതെ അവരെ വിഷമിപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടു. ഫുട്പാത്തിലൂടെ 2 വീലർ ഓടിച്ച് വരികയാണ് നൈസായിട്ട്. തൊട്ടിപ്പുറത്ത് റോഡാണ്, റോഡിൽ ഫുള്ള് വണ്ടികളാണ്, ബ്ലോക്കാണ്. അപ്പോൾ ആ ബ്ലോക്കിലൊന്നും നിന്ന് സമയം കളയണ്ടല്ലോ, ഫുട്പാത്തല്ലേ ഇവിടെ കിടക്കണേ. ഈ വഴി കൂടെ പോകുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ആ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യാതെ ഇതിൽ കൂടെ എനിക്ക് നൈസായിട്ട് പോവാം, എനിക്ക് ക്യൂ നിൽക്കണ്ട, ഒന്നും നിൽക്കണ്ട, യാത്രക്കാരുടെ റൈറ്റ്സ് കല്ലിവല്ലി അങ്ങനെ കരുതി ഒരാൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് നടുക്കിൽ കയറി നിന്നത്. നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കുട്ടികൾ പോകുന്നുണ്ട്, കോളേജ് കുട്ടികൾ പോകുന്നുണ്ട്, സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ കൂടെ പോകുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് എന്താ ഇവിടെ നടക്കണേന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 65-70 വയസ്സ് എന്തോ ഉണ്ട് അവർക്ക്. ഒരു അമ്മൂമ്മ, നമുക്കൊക്കെ ഒരു അമ്മൂമ്മ എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രാൻഡ്മ ലെവലിലുള്ള ലുക്കിലുള്ള ഒരാൾ തൻ്റെ അടുത്തോടു കൂടി അവരിങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ടാ പോണം, നീ അവിടെ നിൽക്കുക, നിനക്ക് പോകാനുള്ള വഴി ദേ അപ്പുറത്ത് റോട്ടിലാണ്, അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അവിടെ സിഗ്നൽ ഉണ്ടെങ്കിൽ അവിടെ പോയി നിന്ന് ഓരോ വണ്ടി കഴിയുമ്പോൾ നീ അതിൽ പോകണം, ഇത് ആൾക്കാർക്ക് നടക്കാനുള്ള വഴിയാണ്, നീ എന്താ ഇവിടെ വന്ന് നിൽക്കണേ എന്നുള്ള ലുക്കിൽ നിൽക്കുന്നു. സ്കൂട്ടി ഓടിക്കുന്ന ആൾ ഇങ്ങോട്ട് പോകുമ്പോൾ അമ്മൂമ്മ ഇങ്ങോട്ട് വരും, സ്കൂട്ടി ഓടിക്കുന്ന ആൾ നൈസായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അമ്മൂമ്മ ഇങ്ങോട്ട് വരും.
അമ്പിനും വില്ലിനും എടുത്തില്ല, അയാളെ കടന്നു പോകാനും സമ്മതിച്ചില്ല, അവിടെ നിന്നു. അവസാനം ഇയാൾ കുറേ എന്തൊക്കെയോ പറയണു, കയറിപ്പോവാൻ നോക്കുന്നു. പക്ഷെ അപ്പോൾ അവരെന്താ ചെയ്തേ, ഫോൺ എടുത്തു, ക്യാമറ ഓണാക്കി അങ്ങ് നിന്നു. ഞാൻ നിൻ്റെ നമ്പർ പ്ലേറ്റും നിൻ്റെ ഫോട്ടോയും കൂട്ടിയെടുക്കും, എന്നിട്ട് പിന്നെ അറിയാലോ ഇപ്പോഴത്തെ കാലത്തെ അവസ്ഥ അറിയാലോ, ഏത് ലെവലിൽ പോകും അത്. അപ്പോൾ ആളെന്തായി, പതുക്കെ പത്തി മടക്കി ബാക്കോട്ട് വണ്ടി എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നേരം അവർ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ റൈറ്റ്സ് അവർ നേടിയെടുത്തത്. ഇത് എൻ്റെ വഴിയാണ്, എൻ്റെ ബോർഡറാണ്, നിൻ്റെ വഴി അപ്പുറത്താണ്, നിനക്ക് അവിടെ വരെ നിൽക്കാനുള്ള അനുവാദമേ ഉള്ളൂ, ഇതെൻ്റെ സ്പേസാണ്, ഇതിൽ കൂടെ പോവാൻ നീ കയറി വരണ്ട, ഇവിടെ നിന്നോ, ഇതാണ് നിനക്കുള്ള ലാസ്റ്റ് വാണി, ബാക്കിലേക്ക് പൊക്കോ, അതിൽ കൂടെ പൊക്കോ. ആ ബോർഡർ കടന്ന് ക്രോസ് ചെയ്ത് ഇവരുടെ സ്പേസിലേക്ക് വരാൻ അവർ അമ്പിനും വില്ലിനും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. എത്ര പേരുണ്ടായിരുന്നു അവിടെ, എത്രയോ പ്രതികരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് എനർജിയുള്ള ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഇവർ മാത്രം വിചാരിച്ചിട്ടാണ് അവിടെ ആ സംഭവം നടന്നത് എന്നുള്ളതാണ്. ഭയങ്കര ഒരു ഹാറ്റ്സ് ഓഫ് തോന്നി, ഭയങ്കര അത്ഭുതം തോന്നി, അഭിമാനം തോന്നി. ന്യൂസിലൊക്കെ അവരെങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടോ. കാരണം നമുക്ക് പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ പറഞ്ഞ് തന്നിരുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? അധികം ശബ്ദം ഉയർത്തി സംസാരിക്കരുത്, എവിടെയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അവർ പ്രശ്നമാക്കി വന്നാൽ നീ ഒതുങ്ങി നിൽക്കണം, ഒതുങ്ങി ജീവിക്കണം, എവിടെയും ഒന്നിനേക്കും പോവരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളെ കൂടുതലും പഠിപ്പിച്ചേക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻ്റ് ആവാൻ പ്രായമുള്ള ഒരു അമ്മൂമ്മയിൽ നിന്ന് തൻ്റെ ഇടത്തോടെ ശബ്ദം ഉയർത്തി പറയുമ്പോൾ അത് അടുത്ത വരുന്ന തലമുറകൾക്കും ഒരു മാതൃകയാണ് എന്നുള്ളതാണ്. എൻ്റെ സ്പേസിലോട്ട് വരുമ്പോൾ അത് ആരായാലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ബോർഡർ റെസ്പെക്റ്റ് ചെയ്യാതെ, സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യാതെ, ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യാതെ, അവരവരുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യാതെ, സ്വകാര്യതയെ റെസ്പെക്റ്റ് ചെയ്യാതെ വരുന്നവരോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. കാരണം തിരിച്ചറിയാനോ അതിനനുസരിച്ച് പെരുമാറാനോ ഉള്ള വിവേകമോ ബുദ്ധിയോ ഒരു പക്ഷേ അവർക്ക് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അവരോട് ഇത് നൈസായിട്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അവരതിൽ വീഡിയോയിൽ ഷൗട്ട് ചെയ്യുന്നതായിട്ടോ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല, അങ്ങനെ തോന്നിയില്ല നമുക്ക്. വോയിസ് നമ്മൾ ഇൻഫാക്ട് കേട്ടില്ല, എന്നാൽ പോലും അവരുടെ പെരുമാറ്റത്തിൽ അവർ ഷൗട്ട് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് അയാൾക്ക് മനസ്സിലാവാൻ കുറച്ച് സമയമെടുത്തു, എന്നാൽ പോലും മനസ്സിലായി. വണ്ടി ബാക്കോട്ട് എടുത്ത് പോയി എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് വേണ്ട റൈറ്റ്സ് നമ്മൾ പോരാടി തന്നെ വാങ്ങണം അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അവളുടെ ഇഷ്ടം ഈ കസിനോട് പറയാം, നോക്ക് നിന്നെ ഞാൻ എൻ്റെ കൂട്ടിന് വിളിച്ചതാണ്, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കമ്പനിക്ക് വിളിച്ചതാണ്, എനിക്ക് വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് ഇഷ്ടമല്ല, എനിക്ക് സെമി വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് ഇഷ്ടമല്ല, എനിക്ക് അത്ര ഫാഷനബിളായിട്ട് നടക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ചുരിദാറൊക്കെ ഇട്ട് കുറച്ച് നാടൻ രീതിയിൽ ഒരുങ്ങാനാണ് ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുത്തോട്ടെ. പ്രത്യേകിച്ച് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ വേറൊരാളുടെ ഇഷ്ടത്തിന് എടുക്കുമ്പോൾ മേ ബി നമ്മൾ ഡബിൾ മൈൻഡഡ് ആയിട്ട് ചിന്തിച്ച് ചിലപ്പോൾ അത് ഇടണം എന്ന് പോലും ഇല്ല, അതവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു തവണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും, നമ്മൾ തിരിഞ്ഞു നോക്കില്ല. കാരണം നമുക്കത് അത്ര പേഴ്സണൽ ഫേവറേറ്റ് അല്ല. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കാര്യം ചൂസ് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് യൂസ് ചെയ്യും, നമ്മൾ അങ്ങേ ഇഷ്ടത്തോടു കൂടി അത് സൂക്ഷിച്ച് വെക്കും എന്നുള്ളതാണ്. അവൾക്കതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പറഞ്ഞില്ല. അവൾക്കില്ലാത്തത് തന്നെയാണ് നമുക്കില്ലാത്തത് കേട്ടോ. ചില സമയത്തൊക്കെ എനിക്കും തോന്നാറുണ്ട്, എൻ്റെ ബോർഡർ കഴിഞ്ഞ് അത് കടന്ന് എന്നെ ഉപദേശിക്കാൻ വരുന്നവരോട് എൻ്റെ ബോഡിയെ നോക്കി, ഞാൻ തടി വയ്ക്കുന്ന കാര്യങ്ങളെ നോക്കി, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് എന്നിൽ അവർക്ക് ഭയങ്കര അധികാരമാണ്, എന്നോട് എന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നവരെ കാണുമ്പോൾ എനിക്കും തിരിച്ച് പറയാനൊന്നും കിട്ടില്ല. ആക്ച്വലി എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ശരീരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും പറയാനുള്ള ഒരു റൈറ്റ്സോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്വാതന്ത്ര്യമോ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, വളരെ ക്ലോസ് റിലേറ്റീവ്സിനും എൻ്റെ പാർട്ട്ണറിനും അല്ലാതെ. അപ്പോൾ അത് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എത്രത്തോളം ഡിസ്കംഫർട്ട് ആകുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് പ്രതികരിക്കാൻ പലപ്പോഴും എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ചിന്തിക്കുക, പ്രതികരിച്ച് പോയി കഴിഞ്ഞാൽ അതൊരു വേറെ പ്രശ്നങ്ങളിലേക്ക് എത്തും, എന്തിനാ വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നേക്കാന്ന് കരുതി ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ബോർഡർ കടന്നിട്ടുള്ള സംസാരങ്ങൾ വരുമ്പോൾ, ഇടപെടലുകൾ വരുമ്പോൾ ഞാൻ കൂടുതലും ചിരിച്ച് നൈസായിട്ട് ഒഴിവാകാനേ നിൽക്കുള്ളൂ. പ്രതികരിക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അത് ശരിയല്ല, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല, ബാക്കോട്ട് പോകണം, നിങ്ങളുടെ ലൈൻ അവിടെയാണ്, അതിൽ കൂടി ഡീവിയേറ്റ് ചെയ്ത് പോകണം എന്ന് നമ്മൾ ഒരു തവണ പറഞ്ഞാൽ അത് നമ്മളോട് മാത്രമല്ല, അവർ ഇൻ ഫ്യൂച്ചർ വേറൊരാളോടും അങ്ങനെ ബിഹേവ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് ഈ ബോർഡർ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാതെ, ഒരാളുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാതെ, സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. എനിക്ക് ഇതിൽ കൂടെ വണ്ടി ഒഴിച്ച് പോകണം, യാത്രക്കാർ അതിൽ കൂടെ നടക്കാതിരിക്കുക, അത് അവരുടെ കാര്യം, ഐ ഡോണ്ട് കെയർ, ഹൂ കെയർസ് എന്ന് പറയണില്ലേ, ഹൂ കെയർസ്, എനിക്കതൊന്നും ഒരു താല്പര്യമില്ല എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്നെങ്കിലും ഒരു അമ്മൂമ്മ വന്ന് നടുക്കിൽ നിൽക്കും കേട്ടോ. എവിടെ നിന്നെങ്കിലും നീ എന്തെവിടെ എന്നുള്ളൊരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരും. അത് ഫേസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ആളുകളുടെ സ്പേസ്
റെസ്പെക്റ്റ് ചെയ്യുക, ബോർഡർ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.